ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെറും പുതിയൊരുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്നാപ്സീഡിൽ തന്നെ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലേക്ക് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ കിടക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേസ് ചെയ്തിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോ ഇതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ നമുക്ക് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഡയറക്റ്റ് സ്നാപ്സീഡോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്നാപ്സീഡ് ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ടൂൾ എടുക്കുക. അപ്പം നമുക്ക് ഏറ്റവും താഴെ ഡബിൾ എക്സ്പോസർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. അപ്പം ആഡ് ഫോട്ടോ നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ മുമ്പേ ആഡ് ചെയ്ത ഫോട്ടോ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മൾ സൂം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തായിട്ട് നമുക്കിൻ്റെ ഒപ്പാസിറ്റി ഫുള്ളും കൂട്ടിയിടാം. അത് നമ്മൾ ഫുള്ളും കൂട്ടിയിട്ടുണ്ട്. നമുക്കത് ടിക്ക് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വ്യൂ എഡിറ്റിൽ പോവുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വ്യൂ എഡിറ്റിൽ പോയിട്ട് നമുക്ക് ഒറിജിനൽ പിക്ക് എടുക്കുക. അതുപോലെ നമുക്ക് ബാക്ക് എടുത്തിട്ട് നമുക്കിതൊരു ലെൻസ് ബ്ലർ എടുക്കാം. ടൂളിൽ പോയിട്ട് നമുക്കിപ്പോൾ ഇവിടെ കാണുന്ന ലെൻസ് ബ്ലർ എടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം നമുക്ക് സെൻറ്റർ ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവെക്കുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ ഫുള്ളും കുറച്ചിടാം. നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് അതേപോലെ ബ്ലർ ട്രെൻഡൊക്കെ നമുക്കതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് ബ്ലർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ബ്ലർ എടുത്തിട്ട് നമുക്കതുപോലെ ടിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് വ്യൂ എഡിറ്റിൽ പോവുക. നമുക്ക് ആ ഡബിൾ എക്സ്പോസർ ഓപ്ഷൻ ഞെക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ നമുക്കിതിൽ 3 ഓപ്ഷൻ കിട്ടും. അപ്പം നമുക്ക് സെൻറ്റർ കാണുന്ന എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കാം. അപ്പോൾ ഗൈസ്, ഇതുപോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഫോട്ടോ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഗൈസ് നമുക്കിതിലായിരിക്കും നമ്മുടെ ഫോട്ടോ കിട്ടുന്നത്. അപ്പം നമുക്കിത് പഴയതിലാക്കാൻ നമുക്കിവിടെ ഇൻവെർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നിൽക്കുമ്പോൾ നമ്മുടെ ബ്ലറൊക്കെ പോയതിലുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ല സമയം എടുത്ത് വേണം അത് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനത് കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്.
ഒരു ഫോട്ടോ ഇതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെയാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തത്. അപ്പം നമുക്കിതുപോലെ സേവ് കൊടുക്കാം. ഇതുപോലെ ടിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ബ്ലറായി കിട്ടും ഗൈസ്. അപ്പം നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ ഗൈസ് അപ്പം നമുക്കിതുപോലെ ലെൻസ് ബ്ലർ ഇടുക. അപ്പം നമുക്കിതിൽ 3 ഓപ്ഷൻ കൊണ്ട് പറഞ്ഞ പോലെ നമുക്ക് ഇനി 3ാമത്തെ ഓപ്ഷൻ നോക്കുക. അപ്പം നമുക്കിതിൽ ബ്ലർ സ്ട്രെങ്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഫുള്ളും കൂട്ടണമെങ്കിൽ ഫുള്ളും കൂട്ടാം. അതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പം ഉള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ ടിക്ക് കൊടുക്കുക. അപ്പം നമ്മളിതുപോലെ ബാക്ക് പോകുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ കൊടുത്താൽ. അപ്പം നമുക്കിതുപോലെ പഴയ ഫോട്ടോ തന്നെ കാണാൻ പറ്റും, ഒറിജിനൽ ഫോട്ടോ. അപ്പം നമുക്കിതുപോലെ സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഇത് ആ ഒരു എഫക്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. ഉണ്ടോ ഗൈസ്? നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ ഡബിൾ എക്സ്പോസർ എന്തിനാണ് എടുത്തതെന്ന്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഇതുപോലെ സ്നാപ്സീഡ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുമ്പം നമ്മുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു അറ്റം ഇതുപോലെ കളർ ഫീഡ് വരാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ബ്ലൂ കളറാണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബ്ലൂ കളർ ഒരു ഫേഡായിട്ട് വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യുക. പുതിയ വീഡിയോയിലേക്ക് അടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുടെ കണ്ടുമുണ്ടാകുന്ന പ്രതീക്ഷയോടെ ബായ്.